സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിങ്ക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അടുത്ത നമുക്ക് ലേഔട്ട്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഞാനിവിടെ ഈ കോമ്പോണൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിവിടെ ഒരു മെയിൻ നാവിഗേഷൻ .js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മെയിൻ നാവിഗേഷൻ എന്ന് പറഞ്ഞ്. അതിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു നാവിഗേഷൻ ബാറിന്റെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ഹെഡർ ഉണ്ട്. ഹെഡർ എലമെന്റിനകത്ത് ഒരു നാവ് എലിമെന്റ് ഉണ്ട്. നാവിഗേഷൻ എലമെന്റ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് ഞാൻ രണ്ട് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പേജസിനകത്ത് രണ്ട് പേജ് ആണ് ഉള്ളത്, ഹോമും പ്രോഡക്ട്സും. അപ്പൊ ആ രണ്ട് ലിങ്ക് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്, ഹോമിനും പ്രോഡക്ട്സിനും. ഓക്കെ, സോ ഇത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് റൈറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു മെയിൻ നാവിഗേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ആക്ച്വലി ഒരു നാവിഗേഷൻ ബാർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളിവിടെ home.jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ, അതായത് എനിക്കിവിടെ മെയിൻ നാവിഗേഷൻ കൊണ്ടുവരാം. അതായത് ഓരോ പേജിലും ഇങ്ങനെ മെയിൻ നാവിഗേഷൻ എന്ന് പറയുന്ന എലമെന്റ് എനിക്കിവിടെ കൊണ്ടുവരാം. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിൽ അത് ഓരോ സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പാടാണ്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കോമൺ ആയിട്ട് ഒരു എലമെന്റിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യും. അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ നേരെ app.jsനകത്തോട്ട് പോവാം. app.jsനകത്തോട്ട് നമ്മൾ ക്രിയേറ്റ് ബ്രൗസർ റൗട്ടറിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ പുതിയൊരു പാത്ത് നമ്മളിവിടെ ആഡ് ചെയ്യും. പാത്ത് ഇവിടെ ഞാനൊരു empty പാത്താണ് കൊടുത്തിരിക്കുന്നത്. empty പാത്ത് ഇവിടെ ഞാൻ എലമെന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഞാനിവിടെ root.js എന്ന് പറഞ്ഞൊരു പേജ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു JS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ root.jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ലേഔട്ട് എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാമ്പിൾ നിങ്ങൾ ആദ്യം ഒന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എലമെന്റിനകത്ത് നമ്മൾ ആ റൂട്ട് ലേഔട്ട് എന്ന് പറഞ്ഞ എലമെന്റ് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, റൂട്ട് എലമെന്റ്, ഇവിടെ റൂട്ട് എലമെന്റ് നമ്മളിവിടെ ഇങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെയാണ് എലമെന്റ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, നമുക്ക് പുതിയൊരു മെത്തേഡ് ഉണ്ട്. അതാണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചിൽഡ്രനകത്ത് ഒരു അറയാണ്. ആ അറയിൽ നമ്മൾ എന്താ ചെയ്യുന്ന, ഇതിനകത്താണ് നമ്മുടെ ലിങ്ക്സ് നമുക്ക് വരുന്നത്, അതായത് സബ് ലിങ്ക്സ്. നമ്മുടെ എലമെന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാരന്റ് എലമെന്റ് എന്ന് പറയുന്നത് റൂട്ട് ലേഔട്ട് ആണ്. അതിനകത്ത് ഈ ചിൽഡ്രൻ വരും. ആ ചിൽഡ്രൻ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഇതാണ് നമ്മൾ ഇത്രയും സാധനം എടുത്ത് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പാത്ത് മാറി കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ റൂട്ട് ലേഔട്ട് എന്ന് പറയുന്ന പാരന്റ് എലമെന്റിനകത്ത് ചിൽഡ്രൻ വരും. ആ ചിൽഡ്രനകത്താണ് നമുക്ക് ഈ ഹോം പേജും പ്രോഡക്ട്സും വരുന്നത്. അപ്പൊ ഇത്രയും ഈ സാധനം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ root.jsനകത്തോട്ട് വരിക. root.jsനകത്ത് നമുക്കിവിടെ ഒരു ഡെവ് എന്ന് പറഞ്ഞ ഒരു ലേഔട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാനൊരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു റിയാക്ട് റൗട്ടർ ഡോം ആണ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞത്. ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈൽഡ് റൂട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. റെൻഡേഴ്സ് ദ ചൈൽഡ് റൂട്ട്സ് എലിമെന്റ്. ഓക്കെ, സോ route.jsൽ അതിനകത്ത് root.jsൽ നമ്മളിവിടെ റൂട്ട് ലേഔട്ട് എന്ന് പറഞ്ഞൊരു പാരന്റ് എലമെന്റ് ആണ്. അതിനകത്ത് ചിൽഡ്രൻ വരും. ഓക്കെ, ആ ചിൽഡ്രനെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ താഴെ കൊടുത്തിരുന്നാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി അത് ആക്സസ് ആയിക്കോളും.
നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലേ ഔട്ട് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് ഡോട്ട് ജെ എസിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ നാവിഗേഷൻ ബാർ നമ്മൾ കൊണ്ടുവരണം. മെയിൻ നാവിഗേഷൻ നമ്മൾ കൊണ്ടുവരും. അപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹോമും പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഹോമിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഡക്ട്സിന്റെ പേജിലോട്ട് പോവും. ഹോമിൽ ക്ലിക്ക് ചെയ്താലും ഹോം പേജിലോട്ട് പോകും. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ മെയിൻ നാവിഗേഷൻ നമ്മളിവിടെ ഒരു എലമെന്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് കുറച്ച് സ്റ്റൈലിംഗ് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മെയിൻ നാവിഗേഷൻ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് സി എസ് എസ് എന്ന് പറഞ്ഞൊരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി നമുക്കിവിടെ ഇവിടെ ഒരു സ്റ്റൈല് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റൈല് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. സോ നിങ്ങൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ മെയിൻ നാവിഗേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്താ ചെയ്യുക, ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ക്ലാസ്സസ് ഡോട്ട് ഹെഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവം വന്നിട്ടുണ്ട്, ഹോം പ്രോഡക്ട്സ്. ഇനി അടുത്ത നമുക്ക് ലിസ്റ്റിനുണ്ട്. അവിടെ നമ്മൾ ഹോമിനും പ്രോഡക്ട്സിനും ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ലിസ്റ്റ് ഹോവർ എല്ലാം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സംഭവം വന്നിട്ടുണ്ട്. സോ ഇവിടെ സ്റ്റൈലിംഗ് കൊടുത്തപ്പോൾ കറക്റ്റ് വന്നത്. സോ നമ്മളിവിടെ ആക്ച്വലി ലേ ഔട്ട് ആണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ, സോ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു മെയിൻ നാവിഗേഷൻ ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ഉണ്ട്. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് മെയിൻ നാവിഗേഷൻ ബാർ ആയിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് ഡോട്ട് ജെ എസിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് റൂട്ട് ലേ ഔട്ട് എന്ന് പറഞ്ഞൊരു പേജ് ആണ്. അതാണ് നമ്മുടെ മെയിൻ പേജ്, അതായത് പാരന്റ് എലമെന്റ് ആണ്. ആ പാരന്റ് എലമെന്റിനകത്ത് ചിൽഡ്രൻ കാണും. ആ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മളിവിടെ കൊണ്ടുവന്ന് അതൊരു അറേ ലിസ്റ്റ് ആണ്. അതിനകത്തായിരിക്കും നമ്മളുടെ സബ് ലിങ്ക്സ് വരുന്നത്. ഇപ്പൊ 2 പേജസ് ഉണ്ട്, ഹോം ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ റൂട്ട് ഡോട്ട് ജെ എസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മെയിൻ നാവിഗേഷൻ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് ചൈൽഡ് റൂട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ലേ ഔട്ടും ഔട്ട്ലെറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.